പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരാഴ്ച വലിയ ദൈവാനുഗ്രഹത്തിന്റെ ഒരാഴ്ചയായി തീരട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തന പുസ്തകം 25:15. ഇവിടെ ദൈവത്തിന്റെ ഒരു വാഗ്ദാനമാണ്. എന്റെ കണ്ണുകൾ, സങ്കീർത്തനം പ്രാർത്ഥിക്കുകയാണ്, എന്റെ കണ്ണുകൾ സദാ കർത്താവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, എപ്പോഴും കർത്താവിനെ നോക്കിയിരിക്കുന്നു. എന്നിട്ട് പറയാണ്, അവിടുന്ന് എന്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും. അതായത് പിശാച് ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ എങ്ങനെയാണ് വലയിൽ കുരുക്കേണ്ടത് എന്ന് ശരിക്കും ആഗ്രഹിച്ച്, നമ്മൾ പറയും ഒരു വലയിൽ പെട്ട പക്ഷി, ഒരു വലയിൽ പെട്ട മത്സ്യത്തിന്റെ അവസ്ഥ എന്ന് പറയില്ലേ. ശരിക്കും പിശാച് ഇതുപോലെ പലതരത്തിലുള്ള വലകൾ നമുക്ക് ഓരോരുത്തർക്കായിട്ട്, ചിലർക്ക് നിരാശയുടെ, ചിലർക്ക് കുറ്റബോധത്തിന്റെ, ചിലർക്ക് അഹങ്കാരത്തിന്റെ, ചിലർക്ക് അസൂയയുടെ, ചിലർക്ക് മ്ലേച്ഛതയുടെ, അങ്ങനെ പല തരത്തിലുള്ള വലയായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്, സഹോദരൻ ക്ലാസിൻ്റെ അടുക്ക് വന്ന് പറഞ്ഞത്, അദ്ദേഹം പറയായിരുന്നു, ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. ശരിക്കും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു, ജപമാല ചെല്ലുന്നു, ഫാസ്റ്റിംഗ് എടുക്കുന്നു, നോമ്പെടുക്കുന്നു. അദ്ദേഹം പറയുന്ന ഒരു പ്രത്യേക ദോഷത്തിൽ പക്ഷേ ഞാൻ കൂടെ വീണ് പോകുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ശരിക്കും ദൈവം നൽകിയൊരു മെസ്സേജാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ, അതായത് തന്നിൽ തന്നെ, തൻ്റെ പുണ്യങ്ങളിൽ താനൊരു സംഭവമാണെന്ന് അങ്ങോട്ട് ചിന്തിപ്പിക്കുക. പിശാച് പല രീതിയിലുള്ള വലകൾ നെയ്യാന്ന് പറയില്ലേ. നമ്മളെപ്പോഴും ഞാൻ എത്ര വലിയ യോഗ്യത, പുണ്യം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ദൈവം നമുക്ക് തരുന്നതാണ് സഹോദരങ്ങളെ. നമ്മൾ ശരിക്കും ഈ നിധിയെല്ലാം മൺപാത്രത്തിലാണ്. നമ്മിലേക്ക് തന്നെ ആശ്രയിച്ചാൽ, നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞ് ഞാൻ സംതിങ് ആണെന്ന് തോന്നിയാൽ നമ്മൾ വീണു പോകും. അതാണ് എൻ്റെ കണ്ണുകൾ, സങ്കീർത്തനം പ്രാർത്ഥിക്കുകയാണ്, സദാ കർത്താവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവിടുന്നാണ് ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് നമ്മെ പര്യാപ്തമാക്കുന്നത്. സ്വർഗമാണ്, ഈശോയാണ്. അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും. ദൈവമേ, ഈ വചനത്തിന്റെ ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. എന്ന് വെച്ചാൽ നമ്മളെ ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ ഏതാനും പ്രതിജ്ഞകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോഴൊക്കെ നമ്മൾ നിസ്സീമമായിട്ട് വീണു പോയിട്ടുണ്ടാകും. നമ്മൾ നിരാശപ്പെടരുത് സഹോദരങ്ങളെ. വീണ്ടും നല്ല ആഗ്രഹത്തോടു കൂടി വീണടുത്ത് നിന്ന് അവിടെ എടുക്കുകയല്ല വേണ്ടത്, ആർമാദിക്കല്ല. ഇനി അടുത്ത കൺവെൻഷൻ വരെ എന്ന് പറഞ്ഞ ആർമാദിക്കല്ല, എഴുന്നേൽക്കണം. വീണ്ടും ശക്തമായ വിധത്തിൽ നമ്മുടെ ആത്മീയ ജീവിതം കരുപ്പിടിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കണം. ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ശരിക്കും പാപം ചെയ്യാതിരിക്കുക വളരെ ഈശോയ്ക്ക് ഇഷ്ടമായിരിക്കും. അതേസമയം നമ്മൾ ഈശോയെ ദുഃഖിപ്പിക്കുന്നത്, നമ്മൾ പാപം ചെയ്തിട്ടും അതിൽ തന്നെ കിടന്ന് നിറയുന്നതാണ് ഈശോയെ ഒരുപാട് വേദനിപ്പിക്കുന്നത്. എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ വേഗം കർത്താവിൻ്റെ വിശുദ്ധ കുമ്പസാരം കുദാശയിലേക്ക് വരണം. വലിയ സ്നേഹത്തോടെ കർത്താവിലേക്ക് തിരിച്ചു വരണം. കർത്താവ് തൻ്റെ അടുക്കിലേക്ക് തിരിയുന്നവരോട് കാണിക്കുന്ന കാരുണ്യം എത്ര വലുതാണ്. ദൈവമേ, ഈ വചനത്തിന്റെ അഭിഷേകം ഈ മക്കൾക്ക് നൽകണമേ. പ്രത്യേകിച്ച് നമ്മളുടെ താമസമുള്ള ധ്യാനം വ്യാഴാഴ്ച ആരംഭിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർത്തേക്കണം. നിങ്ങളെ താമസമുള്ള ധ്യാനം നിങ്ങളിവിടെ കൂടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു കേട്ടോ. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.